ഡാടാ എങ്ങടാ രാവിലെ തന്നെ പണിക്ക് പോടാ, അർജന്റ് പണിയാ. ഓക്കെ ഇവിടെ വാ, ഒരു കാര്യം പറഞ്ഞുതരാം. ഇന്നേ വരെ 9 to 5 പണിയെടുത്തിട്ട് ഒരുത്തനും രക്ഷപ്പെട്ടില്ല. ഈ പണിയൊക്കെ നിർത്താൻ നോക്ക്. അണക്കത് പറയാ, കഞ്ഞി കുടിച്ചു പോണ്ടേ, കുട്ടികൾക്ക് ബുക്കും പെന്നും വാങ്ങണ്ടേ. ഇതൊക്കെയാണ് എന്റെ പ്രശ്നം. എന്റെ ചിന്താഗതി മൊത്തത്തിലൊരു ദാരിദ്ര്യമാണ്. ഇതൊക്കെ മാറ്റിയെടുക്കണം. മന്തി തിന്നു പോകണം, കുട്ടികൾക്ക് ടാബും ലാപ്ടോപ്പും മേടിച്ചു കൊടുക്കും. ഞാൻ ചിന്താഗതിയായിട്ട് നിൽക്ക്, മേശിരി കാത്തുക്കുണ്ട് അവിടെ. കഴിഞ്ഞ 5 കൊല്ലം മുന്നേ ഇതേ ദിവസം ഇതേ പെയിന്റ് പണി തന്നെ ആയിരുന്നില്ലേ? ഇനി വരാൻ പോകുന്ന 5 കൊല്ലം കഴിഞ്ഞാലും ഇതേ ദിവസം ഇതേ പെയിന്റ് പണി. അണക്ക് അവിടെ നിന്ന് എങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണേ? അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നമുക്ക് റിച്ച് മൈൻഡ് സെറ്റാണ്. റിച്ച് മൈൻഡ് സെറ്റ് പൈസ ഒക്കെ താനെ വരും. പല കാര്യങ്ങളും നീ പഠിക്കാനുണ്ട്. എടാ ഇപ്പൊ നേരല്ല, വൈകിട്ട് കാണാം. ഏയ് ലീവ് വിളിച്ചു പറയും, ഒരു കാര്യം പിന്നേക്ക് മാറ്റി വെക്കരുത്. എടാ ഈ നേരത്തെ ലീവ് പറഞ്ഞ മേശിരി ചീത്താൻ. അപ്പൊ പിന്നെ ഒരു ദിവസം ലീവ് വരുമ്പോൾ ചീത്തറ നിൽക്കല്ലേ. വിളിക്കേ, വേഗം വിളി. ലൈഫിന്റെ കാര്യമാണ്. വിളി. ഹലോ ഹലോ ബഷീർക്കാ, എന്താടാ അർജന്റ് ആയിട്ടൊന്ന് ലീവ് ആക്കാം. ഇന്നലത്തെ തന്നോട് പറഞ്ഞ ലീവ് ഇല്ലാതെ ചീത്ത പറയാടാ. ചീത്ത പറയാ, ഒരു ലീവ് പറഞ്ഞേനാ. എടാ നിന്റെ മുമ്പിൽ വലിയൊരു ലോകം തന്നെ തുറക്കാൻ പോവാണ്. വിളിച്ചു പറ. ഇന്ന് പറയല്ലേ ഇക്ക, ഞാൻ എന്ത് പറഞ്ഞാലും ലീവാണ്. എനിക്ക് എന്റെ പണി വേണ്ട ചേറ്റം കാള പാന്നി. ഇന്റെ മുന്നിൽ വലിയ ലോകം തുറക്കാൻ പോടാ കാള പാട്ടി. അതാണ് വലിയ ലോകത്തേക്കുള്ള ആദ്യ ചവിട്ടുപടി. എന്റെ ഫോണെന്ന് വെച്ചാൽ എന്താടോ ഇതൊക്കെ? എന്താ അപ്ഡേറ്റ് ചെയ്യണം, പുതിയ ലേറ്റസ്റ്റ് ഫോൺ വാങ്ങിക്കണം. മൊത്തത്തിലൊരു ദാരിദ്ര്യമാണ്. ഇത് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം. ലുക്ക് മാറ്റണല്ലേ? എന്ന് മാറ്റണം. ശരി, ഇനി മാറ്റേണ്ട ചിന്താഗതിയാണ്. ഒരു ഉദാഹരണത്തിന് ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ടെങ്കിൽ നീ എന്താണ് ശ്രദ്ധിക്കുക? ഞാൻ അതിന്റെ പങ്ക കറങ്ങുന്നത് നോക്കും. പങ്കാറങ്ങുന്നത് അങ്ങനല്ല. ഞാൻ എന്താ ചിന്തിക്കാന്നറിയാം, സ്വന്തമായിട്ട് ആ ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ യാത്ര ചെയ്യും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ചിന്താഗതി പോകണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ടല്ലേ? പഠിക്കാനുണ്ടോന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. ഹലോ എടാ, ഞാൻ ഇവിടെ ഉണ്ടോ? പഞ്ചായത്ത് റോഡിൻ്റെ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വലിയ വലിയ ചിന്താഗതികളോ വലിയ വലിയ സ്വപ്നങ്ങളുമാണ്. എന്നാലും നമ്മൾ വലിയ വലിയ മനുഷ്യന്മാരാവുള്ളൂ. ഞാനേ ഓക്കേടാ, ഞാൻ വിളിക്കാം. ഇന്നേ ഉസ്മാഖന്റെ വീട്ടിലെ ടൈലും പണി ഇന്ന് ലാസ്റ്റ് ദിവസം ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ പണി കഴിഞ്ഞിട്ട് എടാ എന്നിട്ട് ഞാൻ വിളിക്കാം. നീ മറ്റേ കാര്യം മറക്കണ്ടാ. ഹെലികോപ്റ്റർ ഓക്കെ. ആടോ സുഭാഷ്, അവനെന്താ പണിക്കൊന്നും പോകില്ല, രാത്രി തന്നെ അവിടെ വന്നിരിക്കുന്നു. ആർക്കടെ അങ്ങനെ കുറെ എണ്ണം ചോറിയും കുത്തി പണിക്കും പോകാതെ.